എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാ ആളുകൾക്കും സ്വാഗതം. നാളെ ഏപ്രിൽ 21 തീയതിയും തുടർന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോ വ്യക്തമാക്കുന്നത്. വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. പശ്ചിമേഷ്യൻ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ ഗാർഹിക പാചകവാതക സിലിണ്ടറിന് ഏർപ്പെടുത്തിയിട്ടുള്ള ബുക്കിംഗ് സമയപരിധി കുറയ്ക്കില്ല എന്ന് പെട്രോളിയം മന്ത്രാലയം വ്യക്തമാക്കി. LPG ബുക്കിങ്ങിന് ഇപ്പോൾ 25 ദിവസത്തെ സമയപരിധിയാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. ഒരു സിലിണ്ടർ ബുക്ക് ചെയ്തതിന് ശേഷം മറ്റൊരു സിലിണ്ടറിന് ബുക്ക് ചെയ്യുന്നതിന് 25 ദിവസം കാത്തിരിക്കേണ്ടി വരും എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ വന്നിട്ടുള്ള പെട്രോളിയം മന്ത്രാലയത്തിന്റെ അറിയിപ്പ്. വിവോ IQ ഫോൺ ഉപയോക്താക്കളെ ലക്ഷ്യമിട്ട് സൈബർ തട്ടിപ്പ്. ഒറിജിനൽ OS അപ്ഡേറ്റ് ലിങ്കുകൾ തുറന്നാൽ പണം പോകുമെന്ന് കേരള പോലീസ് മുന്നറിയിപ്പ് നൽകി. അപ്പോൾ വിവോ ഫോണും IQ ഫോണും ഉള്ള ആളുകൾ ഏതെങ്കിലും ലിങ്ക് തുറക്കുന്നതിന് മുമ്പ് ഈ കാര്യം ശ്രദ്ധിക്കുക. കേരള പോലീസിന്റെ മുന്നറിയിപ്പ് ഓർക്കുക. കേന്ദ്ര സർക്കാർ ജീവനക്കാരുടെ ക്ഷാമബത്ത 2% കൂട്ടി. പെൻഷൻകാരുടെ ക്ഷാമബത്തയും കൂട്ടി. ജനുവരി 1 മുതൽ മുൻകാല പ്രാബല്യത്തോടു കൂടിയിട്ടാണ് വർധനവ് വരുത്തിയിട്ടുള്ളത്. നമ്മുടെ വീടുകളിലേക്ക് ഉദ്യോഗസ്ഥർ വരും. 16ാമത് ദേശീയ സെൻസസ് 2027 ആദ്യഘട്ട ഭവന നിർണയവും ഭവന സെൻസസും രാജ്യത്ത് ആരംഭിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം 8ഓളം സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമായിട്ടാണ് ഇതിൻ്റെ കണക്കെടുപ്പ് ആരംഭിച്ചിട്ടുള്ളത്. 2026 ഏപ്രിൽ 16 മുതൽ മെയ് 15 വരെയുള്ള 30 ദിവസമാണ് ഒന്നാം ഘട്ട കണക്കെടുപ്പ്. കർണാടക, ഗോവ, മിസോറാം, ഒഡീഷ, സിക്കിം, കേന്ദ്രഭരണ പ്രദേശങ്ങളായ ലക്ഷദ്വീപ്, ആൻഡമാൻ, ഡൽഹി NDMC ഏരിയ, കന്റോൺമെന്റ് ബോർഡ് എന്നിവിടങ്ങളിലാണ് ആദ്യഘട്ടത്തിൽ ഫീൽഡ് തല വിവരശേഖരണം നടക്കുന്നത്. അടുത്ത ഘട്ടത്തിൽ കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ സെൻസസ് നടക്കും. പ്രധാനപ്പെട്ട 33 ചോദ്യങ്ങളാണ് ഇതിലുണ്ടാകുക. വീടിന്റെ അവസ്ഥ, അതായത് വീട്ടിലുള്ള സൗകര്യങ്ങൾ, ശുദ്ധജലം, വൈദ്യുതി, ശൗചാലയം, വീട്ടിന്റെ ആസ്തി, അതായത് വാഹനം, ഇന്റർനെറ്റ് എന്നിവയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഉണ്ടാകും. ഇങ്ങനെ പ്രധാനപ്പെട്ട 33 ചോദ്യങ്ങൾക്കാണ് ഉത്തരം നൽകേണ്ടി വരിക. ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി സമ്പൂർണ്ണമായി ഡിജിറ്റൽ സെൻസസ് ആണ് ഇപ്പോൾ നടക്കുന്നത്. ഉദ്യോഗസ്ഥർ മൊബൈൽ ആപ്പ് വഴിയായിരിക്കും വിവരങ്ങൾ ശേഖരിക്കുക. ഇതിനു മുമ്പ് സെൽഫ് എന്യൂമറേഷൻ നൽകാനുള്ള ഒരു അവസരം നേരത്തെ നൽകിയിരുന്നു. കേരളത്തിൽ അതിൻ്റെ അവസരം വരുന്നേ ഉള്ളൂ. ആ ഒരു സമയത്ത് സ്വന്തമായിട്ട് വിവരങ്ങൾ നൽകാവുന്നതാണ്. ഈ സംവിധാനം ഉപയോഗിച്ചവർക്ക് ആ സമയത്ത് ലഭിച്ചിട്ടുള്ള SCID ഉദ്യോഗസ്ഥർ വരുമ്പോൾ കാണിച്ചാൽ മതിയാകും എന്നുള്ള പ്രത്യേകതയും ഉണ്ട്. കേരളത്തിലെ സാഹചര്യം ഇങ്ങനെയാണ്. സെൽഫ് എന്യൂമറേഷൻ, അതായത് സ്വന്തമായിട്ട് വിവരങ്ങൾ നൽകാനുള്ള അവസരം ജൂൺ 16 മുതൽ ജൂൺ 30 തീയതി വരെ നടക്കുന്നതാണ്. ഓൺലൈൻ പോർട്ടൽ വഴി സ്വന്തമായി ഈ സമയത്ത് വിവരങ്ങൾ നൽകാവുന്നതാണ്. ആ ഒരു സമയത്ത് കൃത്യമായിട്ട് നമ്മൾ വീഡിയോയിലൂടെ കാര്യങ്ങൾ അവതരിപ്പിക്കും. എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത് എന്നെല്ലാം നിങ്ങളെ അറിയിക്കുന്നതാണ്. നേരിട്ടുള്ള വിവരശേഖരണം, അതായത് HLO പോഷ് ജൂലൈ 1 മുതൽ 30 വരെയുള്ള 30 ദിവസമാണ് കേരളത്തിൽ നടക്കുക. നേരത്തെ പറഞ്ഞ പോലെ സെൽഫ് എന്യൂമറേഷൻ അതിനു മുമ്പ് ചെയ്തിട്ടുള്ള ആളുകൾക്ക് ഉദ്യോഗസ്ഥർ വരുന്ന സമയത്ത് സെൽഫ് എന്യൂമറേഷൻ ചെയ്യാത്തവരുടെ വിവരശേഖരണമാണ് വീടുകളിൽ എത്തിയിട്ട് നടക്കുക. അപ്പോൾ ഉദ്യോഗസ്ഥർ വരുന്ന സമയത്ത് സെൽഫ് എന്യൂമറേഷൻ ചെയ്തിട്ടുള്ള ആളുകൾക്ക് SCID കാണിച്ചാൽ മാത്രം മതിയാകും. സെൻസസ് ആണ്. വീടുകളുടെ വിവരശേഖരണവും വീടുകളുടെ സെൻസസുമായിട്ടാണ് ഇങ്ങനെ നടക്കുന്നത്. ജനസംഖ്യയും ജാതിയും കണക്കെടുക്കുന്ന 2ാം ഘട്ടം 2027 ഫെബ്രുവരി മുതലാണ് ആരംഭിക്കുന്നത്. അപ്പോൾ ഈ ഒരു അവസ്ഥയിലാണ് ജനസംഖ്യ കണക്കെടുപ്പും അതുപോലെ തന്നെ ജാതി സെൻസസും വീടുകളുടെ കണക്കെടുപ്പൊക്കെ നടക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ഉദ്യോഗസ്ഥർ നമ്മുടെ വീടുകളിൽ എത്തുന്നതിന് മുമ്പ് നമുക്ക് സെൽഫ് എന്യൂമറേഷൻ നൽകാനുള്ള ഒരു അവസരം ഉണ്ട്. നമ്മുടെ സംസ്ഥാനത്ത് ജൂൺ 15 മുതൽ ജൂൺ 30 തീയതി വരെയാണ് അവസരം ഉണ്ടാകുക. ആ സമയത്ത് സ്വന്തമായിട്ട് ഓൺലൈനായിട്ട് സമർപ്പിക്കാം. ഇല്ല എങ്കിൽ ഉദ്യോഗസ്ഥർ വരുമ്പോൾ നേരിട്ട് വിവരങ്ങൾ നൽകാം. അപ്പോൾ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ നൽകുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മുടെ ഭാവിയിലുള്ള എല്ലാ കാര്യത്തിനും നമുക്കറിയാം 11 സെൻസസ് പ്രകാരമുള്ള രേഖകളുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ആയുഷ്മാൻ ഭാരത് ഉൾപ്പെടെയുള്ള സഹായങ്ങളെല്ലാം ലഭിക്കുന്നത്. ദാരിദ്ര്യ രേഖയ്ക്ക് താഴെയാണോ മുകളിലാണോ എന്നൊക്കെ തീരുമാനിച്ചിട്ടുള്ളതൊക്കെ ആ ഒരു സെൻസസിന്റെ അടിസ്ഥാനത്തിലാണ്. അതിലൊരു മാറ്റം വരണമെങ്കിൽ പുതിയ സെൻസസ് നടക്കേണ്ടതുണ്ട്. പുതിയ സെൻസസ് പ്രകാരം നമ്മുടെ രാജ്യത്തെ കൃത്യമായിട്ടുള്ള ജനസംഖ്യയും ജാതിയും അതുപോലെ തന്നെ വീടുകളുടെ കണക്കെടുപ്പും എല്ലാം നടന്നാൽ മാത്രമേ നമുക്ക് ലഭിക്കുന്ന ആനുകൂല്യങ്ങളെല്ലാം കേന്ദ്ര സർക്കാരിൽ നിന്നും മറ്റും നമുക്ക് കൃത്യമായിട്ട് ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമ്മൾ നൽകേണ്ട വിവരങ്ങൾ കൃത്യമായിട്ട് നൽകാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം.
ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ചില അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. നിലവിലുള്ള സർക്കാരിന്റെ കാലത്തെ അവസാന ക്ഷേമ പെൻഷനും വിതരണം ചെയ്തു കഴിഞ്ഞു. അടുത്ത ക്ഷേമ പെൻഷൻ ലഭിക്കുന്നതിന് മുമ്പ് സർക്കാർ മാറിയിരിക്കും. അതായത് LDF ആയാലും UDF ആയാലും പുതിയൊരു ഭരണസമിതിയാണ് അധികാരത്തിൽ വരിക. മെയ് 4-ാം തീയതിയാണ് നമ്മുടെ തെരഞ്ഞെടുപ്പ് റിസൾട്ട് വരുന്നത്. അത് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ LDF വന്നാലും UDF വന്നാലും പുതിയൊരു ഭരണസമിതി ആയിരിക്കും അധികാരത്തിൽ വരിക. അതിനുശേഷമാണ് ഇനി ക്ഷേമ പെൻഷൻ വിതരണം ഉണ്ടാകുക. മുൻകൂട്ടി ഉത്തരവ് വന്നതുകൊണ്ട് തന്നെ ക്ഷേമ പെൻഷൻ കൃത്യമായിട്ട് നേരത്തെ വിതരണം ചെയ്യുന്ന അതാത് സമയത്തിൽ വിതരണം ചെയ്യും എന്നുള്ളതാണ് വിവരം. അതുകൊണ്ട് തന്നെ മെയ് മാസം 25-ാം തീയതിയോട് കൂടിയിട്ട് 2000 രൂപ ബാങ്ക് അക്കൗണ്ടുകളിലേക്കും തൊട്ടടുത്ത ദിവസങ്ങളിൽ കയ്യിലും വിതരണം ഉണ്ടാകും. അതല്ലാതെ ക്ഷേമ പെൻഷൻ ലഭിക്കില്ല. ക്ഷേമ പെൻഷൻ ലഭിക്കുന്ന ആളുകൾക്ക് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അതായത് ക്ഷേമ പെൻഷൻ മുടങ്ങാതെ ലഭിക്കുന്നതിന് വേണ്ടി ചില കാര്യങ്ങൾ സർക്കാർ പറഞ്ഞിരുന്നു. അതിനുള്ള സമയപരിധി ഒരുപാട് നീട്ടി നൽകിയിട്ടുണ്ട്. അതായത് സ്ത്രീകൾക്ക് വിധവാ പെൻഷനും അവിവാഹിത പെൻഷനും വാങ്ങുന്നവർക്ക് വിവാഹിതയല്ല പുനർവിവാഹിതയല്ല എന്ന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കുന്നതിനുള്ള സമയം മാർച്ച് 31 ആയിരുന്നു. അത് ഈ ഇലക്ഷനും മുന്നോടിയായിട്ട് നീട്ടിക്കൊണ്ട് ജൂൺ 30-ാം തീയതി വരെ സമയമുണ്ട്. അതിനുള്ളിൽ എല്ലാ സ്ത്രീകളും ഈ രേഖകൾ സമർപ്പിക്കണം എന്നുള്ളതാണ് ആദ്യമായിട്ട് ഓർമ്മിപ്പിക്കാനുള്ളത്. വരുമാന സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ട ചുരുക്കം ചില ആളുകളുണ്ട്. 2019 ഡിസംബർ 31-ന് മുമ്പ് പെൻഷൻ അനുവദിച്ച് കിട്ടിയിട്ടുള്ള ആളുകൾക്കാണ് വരുമാന സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. അതിനുശേഷം പല ആളുകളും വരുമാന സർട്ടിഫിക്കറ്റ് നൽകിയിരുന്നു. നാളെ ഇതുവരെ പെൻഷൻ ലഭിച്ചു തുടങ്ങിയിട്ട് വരുമാന സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ട് നൽകാത്ത 2019 ഡിസംബർ 31-ന് മുമ്പ് പെൻഷൻ വാങ്ങി തുടങ്ങിയിട്ടുള്ള ആളുകൾ തീർച്ചയായിട്ടും വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കണം. അതിനും സമയപരിധി ഈ 30-ാം തീയതി വരെയാണ് എന്നുള്ളതും ഓർമ്മിപ്പിക്കുകയാണ്. കെട്ടിട നിർമ്മാണ തൊഴിലാളി പെൻഷൻ ഈ മാസത്തേത് ലഭിക്കും. അത് കുടിശ്ശിക ഉണ്ടായേക്കില്ല എന്നുള്ളതാണ് വിവരം. ഒരു മാസത്തേതായിരിക്കും ലഭിക്കുക. 1600 രൂപ വീതം കെട്ടിട നിർമ്മാണ തൊഴിലാളികൾക്ക് പെൻഷൻ ലഭിക്കുന്നതാണ്. സുരക്ഷാ പെൻഷൻ ഇനി ലഭിക്കുന്നത് എന്നാണ് പല ആളുകളും ചോദിക്കുന്നത്. നമ്മുടെ സംസ്ഥാനത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുമ്പ് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചിട്ടുള്ള സ്ത്രീ സുരക്ഷാ പെൻഷൻ 2 ഗഡുക്കളാണ് ഇതിനകം വിതരണം ചെയ്തത്. ഏപ്രിൽ മാസത്തെ തുക ഇലക്ഷന് മുമ്പ് ലഭിക്കും എന്ന് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു എങ്കിലും അതുണ്ടായില്ല. അപ്പോൾ ഇനി എന്ന് ലഭിക്കും എന്നുള്ളതാണ് പല ആളുകളും ചോദിക്കുന്നത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ ഉദ്യോഗസ്ഥരുമായിട്ട് കഴിഞ്ഞ ദിവസം സംസാരിച്ചിരുന്നു. അവിടെ നിന്നും ലഭിച്ചിട്ടുള്ള വിവരം സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഒരു അറിയിപ്പ് ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ കുറച്ച് ദിവസത്തെ താമസം ഉണ്ടാകും എന്നാണ്. അപ്പോൾ 25-ാം തീയതിയോടുകൂടി ഇതിന്റെ വിതരണം ഉണ്ടായേക്കും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കൂടുതലൊന്നും താമസിക്കില്ല. ആ ഒരു വിതരണം ഉണ്ടാകും. 1-ാം ഗഡു ലഭിച്ചു, 2-ാം ഗഡു ലഭിക്കാത്ത ആളുകൾക്ക് 3-ാം ഗഡുവിനോടൊപ്പം 2-ാം ഗഡു 2000 രൂപ, അതായത് 1000 ആയിട്ട് കയറാനുള്ള സാധ്യതയുണ്ട്. കൃത്യമായിട്ട് അങ്ങനെ ആയിരിക്കും. അപേക്ഷ നൽകിയിട്ടും 80,000-ഓളം ആളുകളുടെ ഇത് റിജക്റ്റ് ആയിട്ടുണ്ട്. അതൊക്കെ റീസബ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. 32 ലക്ഷത്തോളം ആളുകൾക്കാണ് ഇതിന് അർഹതയുള്ളത്. ഇനിയും അപേക്ഷിച്ചിട്ടില്ലാത്തവർ അപേക്ഷ സമർപ്പിക്കുക. ഇനി നമ്മുടെ സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ ഈ മാസം ഇനിയില്ല. ഏപ്രിൽ മാസത്തിൽ ക്ഷേമ പെൻഷൻ ഇല്ല. അടുത്ത മാസത്തിലാണ് ഇനി ക്ഷേമ പെൻഷൻ ലഭിക്കുക. 20-ാം തീയതിക്ക് ശേഷം ആലോചിച്ചാൽ മതി 2000 രൂപ ലഭിക്കുന്നത്. അങ്ങനെയാകും. അല്ലാതെ അതിനു മുമ്പ് ക്ഷേമ പെൻഷൻ ലഭിക്കില്ല. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു. ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ദൂരേക്കും. ബൈ.